നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 16ാം കേരള നിയമസഭയുടെ ആദ്യ നിയമസഭാ സമ്മേളനത്തിൻ്റെ ഒന്നാം ദിവസം തന്നെ സംഭവബഹുലമായി. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടുകൂടിയാണ് ഇന്ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത്. നേരത്തെ MLA-മാരുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമെല്ലാം കഴിഞ്ഞിരുന്നു. അതോടുകൂടിയാണ് ഇന്ന് ആദ്യ നിയമസഭാ സമ്മേളനം ആരംഭിച്ചത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തെ ചൊല്ലി തന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു. അതിലൊന്ന് വന്ദേ മാതരത്തെക്കുറിച്ച് തന്നെയാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പും അതിനുശേഷവും വന്ദേ മാതരം പാടണമെന്ന നിബന്ധന അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം ലോക് ഭവൻ നൽകിയിരുന്നു. എന്നാൽ ആ നിർദ്ദേശം പാലിച്ചുവോ എന്ന് ചോദിച്ചാൽ അത് പാലിച്ചു. പക്ഷേ വന്ദേ മാതരം ഔദ്യോഗിക ചടങ്ങുകൾക്കിടയിൽ ആലപിക്കുമ്പോൾ അത് മുഴുവനായും ആലപിക്കണമെന്നും നേരത്തെയുള്ളതുപോലെ 6 വരി ആലപിച്ചാൽ പോരാ, അത് മുഴുവനായും ആലപിക്കുക തന്നെ വേണം എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ ആ നിർദ്ദേശം ഇവിടെ പാലിക്കപ്പെട്ടില്ല. അതായത് പോലീസ് ബാൻഡാണ് നിയമസഭയിൽ ഈ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മുമ്പും അതിനുശേഷവും വന്ദേ മാതരം ആലപിച്ചത്. എന്നാൽ പോലീസ് ബാൻഡ് സാധാരണഗതിയിൽ ആലപിക്കും പോലെ വന്ദേ മാതരത്തിൻ്റെ പകുതി ഭാഗം മാത്രമാണ് വായിച്ചത്. ഇത് ഗുരുതരമായ ചട്ടലംഘനമാണ്, അല്ലെങ്കിൽ കേന്ദ്ര നിർദ്ദേശങ്ങളോടുള്ള അവഹേളനമാണ്. അതുമാത്രമല്ല, ഗവർണറോടും ലോക് ഭവനോടുമുള്ള അവഹേളനമാണെന്നും വന്ദേ മാതരത്തോടുള്ള അവഹേളനമാണ് സർവോപരി എന്നും ഇപ്പോൾ BJP പ്രതികരിച്ചിരിക്കുകയാണ്. BJP MLA കഴക്കൂട്ടത്തു നിന്നുള്ള നിയമസഭാ പ്രതിനിധി V. മുരളീധരനാണ് ഇക്കാര്യത്തിൽ സുദീർഘമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ കാര്യങ്ങളെല്ലാം വിശദമായി കുറിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുതിയ നിർദ്ദേശമനുസരിച്ച്, അതായത് വന്ദേ മാതരത്തിൻ്റെ 150ാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഭാരതത്തിൻ്റെ ദേശീയ ഗീതത്തിന് നൽകുന്ന ആദരവിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ വെട്ടിമാറ്റപ്പെട്ട ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് വന്ദേ മാതരം മുഴുവനായും ആലപിക്കണമെന്ന നിർദ്ദേശം കൊണ്ടുവന്നത്. ഔദ്യോഗികമായ പരിപാടികളിലെല്ലാം ദേശീയ ഗാനത്തോടൊപ്പം തന്നെ വന്ദേ മാതരവും ആലപിക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. അത് ഇങ്ങോട്ട് ആ നിർദ്ദേശം വന്നതിന് ശേഷം എല്ലാ ചടങ്ങുകളിലും പാലിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഗവർണർമാർ അവർ പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം ഇത് നിർബന്ധമാക്കി വരുന്നുണ്ട്. ആ തരത്തിൽ തന്നെ ലോക് ഭവൻ ഗവർണറുടെ നിയമസഭാ നയപ്രഖ്യാപനത്തിന് മുമ്പും അത്തരത്തിൽ വന്ദേ മാതരം ആദ്യം ആലപിക്കണമെന്നും പിന്നീട് ദേശീയ ഗാനം ആലപിക്കണമെന്ന നിർദ്ദേശം കേരള സർക്കാരിന് നൽകിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ ഇടപെട്ടാണ് പോലീസ് ബാൻഡിനോട് അങ്ങനെ മുഴുവനായും വായിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം നൽകിയത് എന്നാണ് സൂചന. നേരത്തെ വന്ദേ മാതരം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആലപിച്ചതിനെതിരെ CPM നേതാക്കളടക്കം ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. മുൻമന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഇക്കാര്യത്തിൽ വലിയ അസഹിഷ്ണുത പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിരുന്നത്. ഇത്തരത്തിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമെല്ലാം നേരത്തെ വന്ദേ മാതരം ഇത്തരത്തിൽ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തതിനെതിരെ രംഗത്ത് വന്നിരുന്നു. വന്ദേ മാതരത്തിൻ്റെ ഇപ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗങ്ങൾ മതേതര ഭാരതത്തിന് ഉതകുന്നതല്ല എന്നാണ് വിമർശനം. എന്നാൽ വന്ദേ മാതരം ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളെ പ്രചോദിപ്പിച്ച ഒരു ഗീതമാണ്. അതായത് വന്ദേ മാതര ഗാനം ആലപിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ അന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമര ഭടന്മാർ പോരാടിയത്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി നടത്തിയ ആ വലിയ പോരാട്ടത്തിന് ഊർജം പകർന്ന ആ ഗാനത്തോടുള്ള ആദര സൂചകമായിട്ടാണ് പിന്നീട് ഭാരതം അതിനെ ഭാരതത്തിൻ്റെ ദേശീയ ഗീതമാക്കി മാറ്റിയത്. മുസ്ലിം ലീഗിൻ്റെ സ്വാധീനത്തിന് വഴങ്ങിയാണ് പിന്നീട് അതിലെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റിയത് എന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഇപ്പോൾ അതിൽ ഉൾപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. അങ്ങനെയാണ് ഔദ്യോഗിക പരിപാടികളിൽ മുഴുവൻ വന്ദേ മാതരവും ആലപിക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. എന്നാൽ ഇപ്പോൾ ആ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാന നിയമസഭയിൽ ആദ്യമായിട്ടാണ് വന്ദേ മാതരം പാടുന്നത് പോലും. പക്ഷേ ആ വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ ഭാഗവും ആലപിക്കാതെ ഭാരതത്തിൻ്റെ ദേശീയ ഗീതത്തോട് കേരള നിയമസഭ അനാദരവ് കാട്ടി എന്ന ആരോപണമാണ് ഇപ്പോൾ BJP ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ശക്തമായ പ്രതിഷേധവും
BJP MLA V മുരളീധരൻ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ലോക് ഭവന്റെ പ്രതികരണം ഈ വിഷയത്തിൽ എന്താണ് എന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ലോക് ഭവനും ഇതിൽ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വന്ദേ മാതരത്തോടുകൂടി തുടങ്ങിയ നയപ്രഖ്യാപനം കേരളത്തിൻ്റെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത ഒരു നയപ്രഖ്യാപനം തന്നെയായിരുന്നു എന്ന് വിലയിരുത്തേണ്ടി വരും. അതായത് ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുമെന്ന് ഗവർണർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദ്യം പ്രധാനപ്പെട്ട വരുമാന മാർഗമായി കാണുന്ന ഒരു സംസ്ഥാന സർക്കാർ അതിൻ്റെ നയത്തിൽ മാറ്റം വരുത്തുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതോടൊപ്പം തന്നെ കൃഷി മുഖ്യ വിഷയമായി അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ മുഖ്യ അജണ്ടയായി മാറും എന്ന് നയപ്രഖ്യാപനത്തിലുണ്ട്. സീറോ ടോളറൻസ് ടു ഡ്രഗ്, അതായത് ലഹരിയോട് യാതൊരു തരത്തിലുള്ള അനുകമ്പയുമില്ല, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് VD സതീശൻ സർക്കാർ ഗവർണറുടെ നയപ്രഖ്യാപനത്തിലൂടെ. ഓപ്പറേഷൻ തൂഫാൻ ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തിലുമുള്ളത്. ദേവസ്വം ബോർഡുകളിൽ സംവരണം പൂർണ്ണമായും നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനവുമുണ്ട്. 3 ദിവസത്തെ ആർത്തവ അവധി പെൺകുട്ടികൾക്ക് സ്കൂളുകളിൽ നൽകാനും പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിൽ 6 മാസത്തെ പ്രസവ അവധി നിർബന്ധമാക്കാനും ഇപ്പോൾ ഈ നയരേഖയിൽ പരാമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്ദിരാ ഗ്യാരണ്ടി സംസ്ഥാനത്തിൻ്റെ സർക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഈ സർക്കാർ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സർക്കാരിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷ ഒരു കാരണവശാലും അസ്ഥാനത്താക്കില്ല എന്ന് നയപ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ദിരാ ഗ്യാരണ്ടി സംസ്ഥാനത്ത് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ദിരാ ഗ്യാരണ്ടികൾ പൂർണ്ണമായും നടപ്പിലാക്കും. എന്നാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. ഖജനാവിൻ്റെ സ്ഥിതി അത്ര ആശാവഹമല്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സാമൂഹിക ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഇതൊരു വലിയ തടസ്സമായി സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഖജനാവിൻ്റെ നിജസ്ഥിതി ജനങ്ങളെ അറിയിക്കാനായി ധവളപത്രം പുറത്തിറക്കുമെന്നും ഈ നയപ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നയപ്രഖ്യാപനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നത് ഇതിൽ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങളില്ല എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ സ്വന്തം സർക്കാരിൻ്റെ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില അവഗണനകൾ ഇതൊക്കെ മറികടക്കാനായി അല്ലെങ്കിൽ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായി കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ഈ ബഡ്ജറ്റിലും അതുപോലെ തന്നെ നയപ്രഖ്യാപനത്തിലും ഉൾപ്പെടുത്തുക പതിവായിരുന്നു. അതായത് കേന്ദ്ര സർക്കാർ തങ്ങൾക്ക് നൽകാനുള്ള സംസ്ഥാനത്തിന് അർഹമായ വിഹിതം നൽകുന്നില്ല, സംസ്ഥാന പദ്ധതികളിന്മേൽ അല്ലെങ്കിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിന്മേൽ അനാവശ്യമായ ബ്രാൻഡിങ് അല്ലെങ്കിൽ അനാവശ്യമായ നിബന്ധനകളും മാനദണ്ഡങ്ങളും കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി അത് വെട്ടിക്കുറച്ചുകൊണ്ട് സംസ്ഥാനത്തിന് മേൽ സാമ്പത്തിക ഉപരോധം തീർക്കുന്നു എന്നിങ്ങനെയൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ഈ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. ഗവർണറോടുള്ള ഒരു പോര് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം ഇത്തരത്തിൽ കഴിഞ്ഞ സർക്കാരുകൾ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ഉൾക്കൊള്ളിച്ചത്. സാമ്പത്തികമായി തകർന്നടിഞ്ഞ ഒരു സംസ്ഥാനത്ത് സർക്കാർ അതിന് വിശദീകരണമായി നൽകുന്നത് കേന്ദ്ര അവഗണനയായിരുന്നു. അതുവഴി കേന്ദ്ര അവഗണന ജനങ്ങളിൽ എത്തിക്കാമെന്നാണ് ആ സംസ്ഥാന സർക്കാർ കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ തന്ത്രത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ പുതിയ സർക്കാർ VD സതീശൻ സർക്കാർ പിന്മാറുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തിൻ്റെ ധനസ്ഥിതി എന്ന് പൂർണ്ണമായും ജനങ്ങളെ അറിയിക്കും. അതോടൊപ്പം തന്നെ കേന്ദ്രവുമായി വികസന കാര്യങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വികസന കാര്യങ്ങളിൽ പൂർണ്ണമായി സഹകരിച്ചു പോകുമെന്ന സന്ദേശമാണ് കേന്ദ്ര വിരുദ്ധ പ്രസ്താവനകൾ ഒഴിവാക്കുക വഴി നയപ്രഖ്യാപനത്തിൽ ഒഴിവാക്കുക വഴി VD സതീശൻ സർക്കാർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഭാരതത്തിൻ്റെ ദേശീയ ഗീതത്തെ അവഹേളിച്ചു എന്ന ആരോപണത്തിന് തീർച്ചയായും VD സതീശൻ സർക്കാർ മറുപടി പറയേണ്ടി വരും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇത്തരത്തിൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചതിനെതിരെ ചില മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളും CPM-ലെ ഒരു വിഭാഗം നേതാക്കന്മാരും രംഗത്ത് വന്നിരുന്നു. അതിനെതിരെ VD സതീശൻ സർക്കാർ അന്ന് പറഞ്ഞിരുന്നത് അത് സത്യപ്രതിജ്ഞാ ചടങ്ങാണ്, ഒരു സർക്കാർ അധികാരമേറ്റിരുന്നില്ല. ആ സമയത്ത് എല്ലാം രാജ്ഭവൻ്റെ ഒരു നിയന്ത്രണത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വന്ദേമാതര ഗാനം പൂർണ്ണമായും ആലപിക്കപ്പെടും എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നാണ്. എന്നാൽ ഇത്തവണ വന്ദേമാതരം ആലപിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. വന്ദേമാതരം ആലപിച്ചു, പക്ഷേ അതിൽ പൂർണ്ണമായും ആലപിക്കേണ്ടതില്ല എന്ന് സർക്കാർ നിർദ്ദേശം നൽകുകയായിരുന്നു. അതിൽ നേരിട്ട് VD സതീശൻ ഇടപെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഈ കാര്യത്തിന്മേൽ രാജ്ഭവൻ്റെ പ്രതികരണം എന്താകുമെന്ന് ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും.